വാഴപ്പിന്റെയും മുതിരയും ഇതിന്റെ രണ്ടിന്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. സോ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടിന്റെ കൂടെയും ലഞ്ചിന് ചോറിന്റെ കൂടെയും തിരുമ്മി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. സോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റാഗി പുട്ടാണ്. സോ റാഗി പൗഡർ ആവശ്യത്തിന് എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് സോൾട്ടും കുറച്ച് വെള്ളവും ചേർത്ത് നല്ലപോലെ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നത്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് പുട്ടിനും അതേപോലെ മുതിരയ്ക്കും വേണ്ട നാളികേരം ചെറുകിയെടുക്കാം. ഈ വാഴപ്പിണ്ടി മുതിരയിൽ നമ്മൾ നാളികേരം നല്ലപോലെ വറുത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ റെസിപ്പിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റ് ആണ് അത് കഴിക്കാനായിട്ട്. അപ്പോൾ നാളികേരം ചെറുകി കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ കുക്കറിൽ ആദ്യമേ തന്നെ കുറച്ച് മുതിര തലേ ദിവസം വെള്ളത്തിൽ ഇട്ടത് കഴുകി ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരു 3 വിസിലാണ് അടുപ്പിച്ചത് കേട്ടോ. എന്നിട്ട് 3 വിസിലിന്റെ പ്രഷർ പോയ ശേഷം അതിലേക്ക് വാഴപ്പിണ്ടി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. മുതിര വേവിക്കാൻ വെച്ചപ്പോൾ കുറച്ച് സോൾട്ടും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ വാഴപ്പിണ്ടി ഇട്ടതിന് ശേഷം ഒരു വിസിലും കൂടിയാണ് കേട്ടോ നമ്മൾ അടുപ്പിച്ച് കൊടുക്കേണ്ടത്. സോ ടോട്ടൽ 4 വിസിലാണ്. 3 വിസില് മുതിരയ്ക്കും 1 വിസില് വാഴപ്പിണ്ടി ഇട്ട് മിക്സ് ചെയ്ത ശേഷം കൊടുക്കണം കേട്ടോ. പിന്നെ ആ ഒരു സമയത്ത് ഞാൻ പുട്ട് ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. കുറച്ച് നാളികേരം കുറച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന റാഗി പൗഡറും കൂടെ ചേർത്തിട്ടാണ് പുട്ട് മിക്സ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് ആ കുക്കർ അങ്ങോട്ട് ഇറക്കി വെച്ചാൽ അതേ ഫ്ലെയിമിൽ ഇതങ്ങോട്ട് കയറ്റാം. ആ സമയം ലാഭിക്കാം. പുട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് എൻ്റെ നിറയെ താഴെ പോയിട്ടുണ്ട്. നിങ്ങളതൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം. കാരണം എല്ലാ പണിയും കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ അതങ്ങനെ ലീവ് ചെയ്തു. അതുകൊണ്ടാണ് കേട്ടോ ഇതിപ്പോ ഇങ്ങനെ മെസ്സായി കിടക്കുന്നത്. സിനമൺ വാട്ടർ റെഡി ആയിപ്പോ അത് ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് ബാക്കി സിനമൺ വാട്ടറിൽ ഞാൻ ചായ മേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ 2 ഫ്ലെയിമിലും ഓരോ പാത്രങ്ങൾ വീതം വെച്ചിട്ട് ഒരെണ്ണത്തിൽ നമ്മുടെ നാളികേരം വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൽ വേറെ ഓയിലോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. ജസ്റ്റ് ആ നാളികേരം അതിൽ പാൻ ചൂടായിപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പുറത്തെ ഫ്ലെയിമിൽ ഒരു നമ്മുടെ കടായിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി ഒരു 4 അല്ലി വെളുത്തുള്ളി കഷ്ണങ്ങളാക്കിയതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ സവാള കട്ട് ചെയ്താണ് ചേർത്തിട്ട് അതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോക്കനട്ട് വറക്കാൻ വേണ്ടി വെച്ചത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോയി. പിന്നെ നമ്മുടെ സവാള വഴണ്ടു വന്നപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി കൂടെ ചേർത്തിട്ട് നല്ലപോലെ മൂപ്പിച്ച് ചേർത്തതിന് ശേഷം മുതിരയും വാഴപ്പിണ്ടിയും കൂടെ പ്രഷർ പോയപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുതിര വേവിക്കാൻ വേണ്ടി വെച്ചപ്പോൾ തന്നെ ആവശ്യത്തിന് മാത്രം ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഉപ്പേരിയിൽ അധികം വെള്ളമൊന്നും ഇല്ല. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ആദ്യമേ തന്നെ ഇതിപ്പോ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ ഇത് പെട്ടെന്ന് വറ്റിപ്പോയിക്കോളും. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ലാസ്റ്റ് നമ്മുടെ കോക്കനട്ട് ഫ്രൈ ചെയ്തതും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ വെള്ളം അങ്ങോട്ട് വറ്റിപ്പോയിക്കോളും കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സോൾട്ട് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാം. സോൾട്ട് ഇല്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സോ വളരെ ഹെൽത്തി ആയിട്ടുള്ള മുതിരയുടെയും വാഴപ്പിണ്ടിയുടെയും റെസിപ്പി കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റാഗിപ്പുട്ട് റെഡി വന്നപ്പോൾ പ്ലേറ്റിൽ അത് സെർവ് ചെയ്തിട്ട് നമ്മുടെ മുതിരയും വാഴപ്പിണ്ടിയും കൂടി ഞാൻ ഒരു പിടി പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. അതുപോലെ ലഞ്ചിനും ഇത് തന്നെയാണ് ഞാൻ ചോറിന്റെ കൂടെ ഇന്ന് ഉപ്പേരിയായിട്ട് കൊണ്ടുപോയത്. സോ റെസിപ്പി ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.